പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഏതാനും പ്രചോദനങ്ങളാണ് ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ദീപികാണ്ട് സൗഖ്യാരാധനയെ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിലും ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് ദുഃഖങ്ങളുണ്ട്. എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വേദനകൾ പറയാറുണ്ട്. എൻ്റെ വേദനകൾ ആരോടെങ്കിലും ഒന്ന് കേൾക്കാറുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് പറയാറുണ്ട്. കൗൺസിലിങ്ങിന് ചെന്നു ഈ കൗൺസിലറുടെ മുമ്പിൽ നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമ്മൾ പറയുന്നു. കൗൺസിലർ അത് കേൾക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ ആശ്വസിപ്പിക്കാൻ സാധിക്കും, നമ്മുടെ വേദനകൾ കേൾക്കാൻ സാധിക്കും. എന്നാൽ തമ്പുരാൻ കർത്താവിന്റെ സന്നിധിയിൽ ഏതൊക്കെ വ്യക്തികളാണോ തങ്ങളുടെ വേദനകളും അതുപോലെ തന്നെ ദുഃഖങ്ങളും പറയുന്നത്, അവിടെയുണ്ടല്ലോ എന്താ സംഭവിക്കുന്നേ? തമ്പുരാൻ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വേദനകളൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നു, അവരൊക്കെ സഹതാപം കാണിക്കും. അയ്യോ, നിനക്ക് ഇങ്ങനെ വന്നുല്ലോ, എന്നാലും എങ്ങനെ ഇങ്ങനെയൊക്കെ വന്നേ, എന്തൊരവസ്ഥയെ നിന്റെ. ഇവർക്കൊക്കെ നിന്നോട് സഹതാപം കാണിക്കാൻ സാധിക്കും. എന്നാൽ കർത്താവിന്റെ മുമ്പിൽ നീ നിലവിളിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് അവിടുന്ന് വർഷിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് തിരുവചന ഭാഗത്ത് 2 സ്ഥലങ്ങളിൽ 2 വ്യക്തികൾ കരയുന്നതാണ് നാം വായിച്ച് കേൾക്കാൻ പോകുന്നത്. ഈ കരയുന്ന കരച്ചിലിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുവാൻ പോകുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുവചന ഭാഗം എടുക്കാൻ പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ നാം കാണുക, ഇതാ ജോസഫിന് പിതാവുണ്ടല്ലോ, തന്റെ സഹോദരങ്ങളൊക്കെ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുക. അവർക്ക് സുഖമാണോ? അവിടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി പൂർവ്വപിതാവായി ജോസഫിനെ അപ്പൻ അയച്ചിരിക്കുക. എന്നാൽ ഈ സഹോദരങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? അപ്പന് എന്തെന്നില്ലാത്തൊരു സ്നേഹം ഈ ജോസഫിനോടുണ്ട്. ഇത് സഹോദരങ്ങൾക്കറിയാം. ഈ സഹോദരങ്ങൾ ജോസഫിനെ ഏതെല്ലാ രീതിയിൽ ജോസഫിനെ പീഡിപ്പിക്കാൻ സാധിക്കുമോ അതുപോലെ ജോസഫിനെ പീഡിപ്പിച്ചു. പൊട്ടക്കിണറ്റിലേക്ക് ഈ ജോസഫിനെ തള്ളിയിട്ടു. അവിടെ നിന്ന് പൊക്കിയെടുത്തു. അവനെ വിൽക്കുന്നുണ്ട്. ഇതിനുശേഷം അടിമയായി വിൽക്കപ്പെട്ട ജോസഫിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ അവർ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മൃഗത്തെ കൊല്ലുന്നു. ആ മൃഗത്തിന്റെ രക്തമെടുത്ത് ഈ ജോസഫിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ മുക്കിയതിനു ശേഷം അപ്പന്റെ മുമ്പിൽ കൊണ്ടുപോയി കാണിക്കുന്നു. നിങ്ങളുടെ മകനെ ഏതോ കാട്ടുമൃഗോ എന്തോ കടിച്ച് കൊന്നിരിക്കുന്നു, ഇതാ അവന്റെ വസ്ത്രത്തിന്റെ ഏതാനും ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ ജോസഫിന്റെ വസ്ത്രങ്ങളും പിടിച്ച് അപ്പന്റെ സന്നിധിയിൽ ചെല്ലുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ചങ്കപൊട്ടി കരയുന്നുണ്ട്. ആരുടെ മുമ്പിലാണ് കരയുന്നത്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ ജോസഫിനെ ഓർത്ത് ഈ അപ്പൻ നിലവിളിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ അപ്പന്റെ നിലവിളി എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ജോസഫിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം തിരുവചനത്തിൽ കേൾക്കാൻ പോവുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സന്തോഷത്തോടുകൂടി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു. അവൻ തൻ്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു, കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിൻ്റെ കുപ്പായമെടുത്ത് അതിൻ്റെ രക്തത്തിൽ മുക്കി. കൈ നീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കിട്ടി, ഇത് അങ്ങയുടെ മകൻ്റെതാണോ അല്ലയോ എന്ന് നോക്കുക. കണ്ടോ പ്രിയപ്പെട്ടവർ, ഈ സഹോദരങ്ങൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് തൻ്റെ സഹോദരൻ ജോസഫിനോട് പെരുമാറിയത്. ഈ അപ്പന്റെ അടുക്കിലേക്ക് സഹോദരന്റെ വസ്ത്രമെല്ലാം ഇത് ഉരിഞ്ഞെടുത്തതിന് ശേഷം അത് ഒരു മൃഗത്തിന്റെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കിയിട്ട് അപ്പന്റെ അടുത്ത് കൊണ്ടുപോയി ചോദിക്കുക, നിങ്ങളുടെ മകന്റെ ഉടുപ്പാണോ ഇത് എന്ന്. ഈ സമയത്ത് ഇവനെ അടിമയായി വിറ്റിരിക്കുക. ആ അപ്പന്റെ വേദന എന്താ?
മകൻ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ അപ്പന്റെ വേദന എന്താ? തുടർന്നുള്ള വചനത്തിൽ കാണാം. അവൻ അത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇത് എൻ്റെ മകന്റെ കുപ്പായമാണ്. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ഏതോ കാട്ടുമൃഗം അവന് പിടിച്ചു തിന്നു. ഇതാണ് അപ്പന് കിട്ടിയത്. ഏതോ മൃഗത്തിന്റെ രക്തമാണല്ലോ, അതുകൊണ്ട് തന്നെ ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. തുടർന്ന് യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തന്റെ മകനെ കുറിച്ച് വിലപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെയാണ് നാം കാണുന്നത് വിലപിക്കുന്ന അപ്പനെ, കണ്ണീര് പൊഴിക്കുന്ന അപ്പനെ നാം കാണുക. ഈ അപ്പൻ മകനെ ഓർത്ത് കരഞ്ഞു. ഈ അപ്പൻ കണ്ണീര് പൊഴിച്ചു, വിലപിച്ചു. ഈ വിലാപം വൃദ്ധാവിലായോ മക്കളെ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യത്തിന് വേണ്ടിയാ കരയുന്നേ? ആർക്കു വേണ്ടിയാണോ കരയുന്നേ? ആ കരച്ചിലുകളൊന്നും വൃദ്ധാവിലാവില്ല. ഒരു പക്ഷം മകനെ ഓർത്തായിരിക്കാം, ജീവിത പങ്കാളിയെ ഓർത്തായിരിക്കാം, കുടുംബത്തെ അവസ്ഥയെ ഓർത്തായിരിക്കാം നീ കരയുന്ന. ഇന്നോളം പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ സന്നിധിയിൽ നീ പൊഴിച്ച കണ്ണുനീരുകളുണ്ടല്ലോ, ഈ കണ്ണുനീരുകളൊന്നും വൃദ്ധാവിലാവില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവട്ടെ. തമ്പുരാന്റെ സന്നിധിയിൽ പൊഴിച്ച കണ്ണുനീരുകൾക്ക് കർത്താവ് കാണുന്നുണ്ട്, അത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിന് നിനക്ക് കാരുണ്യവും കൃപയും തമ്പുരാൻ കർത്താവ് തരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. തിരുവചനത്തിൽ നാം കാണുന്നു, ഈ ജോസഫിനെ ഓർത്ത് ഈ അപ്പൻ ഒരുപാട് നാൾ കരയുക, വിലപിക്കുക, ഈ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ അപ്പന്റെ കണ്ണുനീരുണ്ടല്ലോ ഒരിക്കലും നഷ്ടമായി പോകുന്നില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ആരെ ഓർത്താണോ നീ കരയുന്നത്? ആരുടെ മുമ്പിൽ നീ കരയണ്ടേ? ഒറ്റക്കിരുന്നല്ല കരയണ്ടേ, അവിടെ ഇവിടെ അടുത്തല്ല നീ കരയേണ്ടത്. നീ കരയേണ്ടത് നിന്റെ തമ്പുരാൻ കർത്താവിന് മുമ്പിലാ. നീ കരയേണ്ടത് ദിവ്യകാരുണ്യ സൗഖ്യനാഥന്റെ മുമ്പിലാ. ഈ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാൻ സാധിച്ചുവെങ്കിൽ ആ കണ്ണുനീര് വൃഥാവിലായിട്ടില്ല മക്കളെ. ആ കണ്ണുനീരിന് വിലയുണ്ട്. തമ്പുരാൻ കർത്താവ് അത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും ഈ ജോസഫിനെ ഓർത്ത് ഈ അപ്പം കരഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ എന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ ജോസഫിനെ ഈജിപ്തിലെ ഏറ്റവും പുഷ്പ കിരീടമായിട്ട് ദൈവം അവനെ ഉയർത്തി. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ കാട്ടിലെ ഏറ്റവും ക്രൂരമായ മൃഗം ഏതാണെന്നറിയോ? നമ്മൾ പറയും സിംഹമാണ്, കരടിയാണ്. ഏതാ കാട്ടിലെ ക്രൂരമായിട്ടുള്ള മൃഗം? വയനാട്ടുകാർ പറയും പുലി ഇറങ്ങി, പുലി. ചിലർ പറയും ആന ഇറങ്ങി. കാട്ടിലെ ഏറ്റവും ക്രൂരമായ മൃഗം എന്താണെന്നറിയോ? പുലിയോ സിംഹോ ഒന്നുമല്ല മക്കളെ, മറിച്ച് മുറിവേറ്റ മാനാണ് കാട്ടിലെ ഏറ്റവും ക്രൂരമായ മൃഗം. മാൻ എപ്പോഴും നമ്മൾ പറയുക അതൊരു പാവം മൃഗം പോലെയാ. പക്ഷേ നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞു, മുറിവേറ്റ മാനുണ്ടല്ലോ, ഒരു വേടൻ അതിന് വെടിവെക്കുകയോ അല്ലെങ്കിൽ അമ്പെയ്യുകയോ ചെയ്തു, ഇതിനുശേഷം അതിന് മുറിവേറ്റു എന്ന് വിചാരിക്കേ, ആ മാനിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് അതൊരു പക്ഷെ സിംഹത്തെയും പുലിയെ പോലും കൊല്ലും. ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അപ്പൊ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞോ, ഏതാ മുറിവേറ്റ മൃഗം? കാട്ടിലെ ഏറ്റവും ക്രൂരമായ മൃഗം എന്താ? മുറിവേറ്റ മാൻ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ക്രൂരമായിട്ടുള്ള മനുഷ്യൻ ആരാണെന്നറിയോ? മുറിവേറ്റ മനുഷ്യനാ ഏറ്റവും ക്രൂരനായിട്ടുള്ള മനുഷ്യൻ. ഈ മുറിവേറ്റ മനുഷ്യൻ ആണോ നീ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർത്തു വെക്കുക, മനസ്സിൽ മുറിവുള്ളവന്റെ പ്രാർത്ഥനയ്ക്കും 100 ഇരട്ടി ശക്തിയുണ്ട് എന്നുള്ള കാര്യം നമുക്കൊണ്ട് അറിയണം. മനസ്സിന് മുറിവേറ്റ വ്യക്തിയാണോ? അവനുണ്ടല്ലോ മുറിവേറ്റവനാ, അവനുണ്ടല്ലോ തമ്പുരാന്റെ സന്നിധിയിൽ ആ മുറിവേറ്റ അവസ്ഥയിൽ തമ്പുരാൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് 100 ഇരട്ടി ശക്തിയുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. നമ്മൾ കാണുക പ്രിയപ്പെട്ടവരെ, ഈ ജോസഫിനെ ഓർത്ത് അപ്പം കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ജോസഫിനെ ഓർത്ത് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമുക്ക് കേൾക്കാം. തന്റെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കുവാൻ
ജോസഫിന് കഴിഞ്ഞില്ല. അവരെയെല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സഹോദരന്മാർ മുഴുവൻ ഇതാ വന്നിരിക്കുക ഈജിപ്തിലേക്ക്. ഈജിപ്തിൽ വന്നു കഴിഞ്ഞപ്പോ അവൻ കാണുക തന്റെ സഹോദരന്മാര് ഇതാ റേഷൻ കാർഡും പിടിച്ച് അവർക്ക് അരി വേണം, പഞ്ചസാര വേണം, മണ്ണെണ്ണ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലൈനിൽ നിൽക്കുക. അവിടുത്തെ ഭരണാധികാരിയായി, അവിടുത്തെ പ്രധാനപ്പെട്ട പീഠത്തിൽ കയറിയിരിക്കുന്ന വ്യക്തിയായി ജോസഫ് മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജോസഫ് കാണുക വർഷങ്ങൾക്ക് മുമ്പ് കണ്ടില്ലേ, ആ മുമ്പിൽ നിൽക്കുന്നവൻ എന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടോനാ. അന്ന് പുറകെ നിൽക്കുന്ന സഹോദരൻ ആരാ? എന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് എന്നെ ഈജിപ്തുകാർക്ക് അടിമയായി വിറ്റവരാ. അന്ന് പുറകെ നിൽക്കുന്നവൻ ആരാ? ഇതുപോലെ തന്നെ എന്റെ വസ്ത്രം മുരിഞ്ഞെടുത്തവരാ. അന്ന് പുറകെ നിൽക്കുന്ന സഹോദരൻ ആരാ? ആ വസ്ത്രം ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ രക്തം മുക്കിയെടുത്ത് അത് അപ്പന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തവരാ. ജോസഫ് നോക്കുമ്പോ കാണുക തന്നോട് പ്രതികാരം ചെയ്ത ഓരോ സഹോദരന്മാരും. എന്നാൽ ഈ അപ്പൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിലപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എന്നറിയോ? നമുക്ക് കാണാൻ സാധിക്കും. ഈ ജോസഫിനെ ദൈവം പിടിച്ച് ഉയർത്തുകയാണ്. ജോസഫിനെ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റി ഉന്നതമായ നിലയിലേക്ക് ദൈവം അവനെ എത്തിച്ചു. ഭരണാധികാരിയുടെ കസേരയിലേക്ക് അവനെ ഇരുത്തി. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. അപ്പൊ ഒരുപക്ഷെ ഇന്ന് മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളായിരിക്കാം. ആരെ ഓർത്താണോ, എന്തിനെ ഓർത്താണോ നീ കരയുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീർ പൊടിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്ന മക്കളെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുക മോനിക്ക പുണ്യവതി തന്റെ പുത്രൻ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി 3 സംവത്സരം കണ്ണീര് പൊടിച്ചവളാ. ഈ മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസിന്റെ അടുക്കിലേക്ക് മോനിക്ക ചെല്ലും. എന്റെ പുത്രന്റെ അവസ്ഥ, ലോകത്തിന്റെ മുഴുവൻ മ്ലേച്ഛതയിലും മുഴുകി ജീവിക്കുന്നവനാ എന്റെ മകൻ അഗസ്ത്യൻ. കുടി, കളി, കളവ്, കന്യാഭംഗം, ലോകത്തിന്റെ മ്ലേച്ഛതയിൽ മുഴുകി ജീവിക്കുന്നവരാ. ഇവനൊരു മാറ്റം ഉണ്ടാവോ? ഇവനൊരു മാനസാന്തരം ഉണ്ടാവോ? ഈ സമയം മിലാനിലെ മെത്രാനായിരുന്ന അംബ്രോസ് ഒരു പ്രവചനം പോലെ പറയുമായിരുന്നു, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്ക് ഒരു അനുഗ്രഹമായി തീരും. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്ക് ഒരു അനുഗ്രഹമായി തീരും. ഉറക്കെന്ന് പറഞ്ഞേ, നിന്റെ കണ്ണുനീരിന്റെ പുത്രൻ നിനക്കൊരു അനുഗ്രഹമായി. നീ ഏത് മേഖലയിലാണെന്ന് പറഞ്ഞ് ഇതാ സംഭവിക്കാൻ പോകുന്നേ. വിശ്വാസത്തോടുകൂടെ നീ പറഞ്ഞോ, ദൈവത്തിന്റെ സന്നിധി നീ വിളിച്ചു പറഞ്ഞോ. ഇന്നോളം ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ വ്യക്തികളൊക്കെ തിരിച്ചറിഞ്ഞോ, അവിടെ കണ്ണുനീരൊന്നും വൃഥാവിലായിട്ടില്ല. അത് അനുഗ്രഹത്തിന്റെ കണ്ണുനീരുകളാക്കി ദൈവം മാറ്റി. നമ്മൾ കാണുക അഗസ്തീനോസ് മാനസാന്തരപ്പെടുക. ഈ അമ്മ നിലയ്ക്കാതെ നിർത്താതെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണുനീരിന് തമ്പുരാൻ കർത്താവ് ഉത്തരം കൊടുക്കുക. തിരുസഭയുടെ ചരിത്രത്തിൽ ഇതാ അവൻ മെത്രാനായി തീരുന്നു, സഭയിൽ ദൈവശാസ്ത്രജ്ഞനായി മാറുന്നു, വേദപാരംഗനായി മാറുന്നു, വിശുദ്ധനായി തീരുന്നു. ഇതൊക്കെ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ഈ അമ്മ തമ്പുരാന്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ അതിന് കിട്ടിയ പ്രതിഫലമാ. ഇന്ന് മനസ്സ് നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം, തകർന്നിരിക്കുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ നിന്റെ അവസ്ഥയുണ്ടല്ലോ, തമ്പുരാൻ കർത്താവിന് മുമ്പിൽ ഒന്ന് ഏറ്റു പറഞ്ഞ് ഇന്നത്തെ ആരാധനയിൽ നീ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. അവിടെ കാണാൻ സാധിക്കും കരയുന്ന മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവിനെ കാണാൻ സാധിക്കും. നിന്റെ കണ്ണുനീരുകളൊന്നും വൃഥാവിലാവില്ല എന്ന് നിന്നോട് പറയുന്ന ഒരു കർത്താവിനെ കാണാൻ സാധിക്കും. എന്തിനോർത്താണോ കരയുന്നേ, ആ കരച്ചിലുകളൊക്കെ അനുഗ്രഹമായി തീരുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. നമ്മൾ തിരുവചനം എടുക്കാൻ പോവുകയാണ്. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ നാം കാണുക ഹന്ന, അവള് അതീവ ദുഃഖിതയാ. എന്തുകൊണ്ടാ അവൾ അതീവ ദുഃഖിത? അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല.
കൂടെയുള്ള ഭാര്യ അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു, അവളെ ഒരുപാട് നൊമ്പരപ്പെടുത്തിയിരുന്നു. അവളെ ഏതൊക്കെ രീതി പീഡിപ്പിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ മാനസികമായി അവളെ തകർത്ത് കളഞ്ഞിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാ ഹന്ന ദേവാലയത്തിലേക്ക് വരുന്നേ. ആ ദേവാലയത്തിൽ വന്ന് ഹന്ന എന്താ ചെയ്തതെന്നറിയോ? ദേവാലയത്തിൽ എൻ്റെ വേദനകളും എൻ്റെ ദുഃഖങ്ങളും ആരോട് പങ്കുവെക്കാനാവാത്ത സങ്കടങ്ങളും വാഗ്ദാന പേടകത്തിന് മുമ്പിൽ അവൾ തുറന്നു വെക്കുക. ഈ സമയത്ത് കാണാൻ സാധിക്കും, ഇങ്ങനെ വചനം പറയുന്നത്, she was pouring out my soul to the Lord. അവളുടെ ഹൃദയത്തിന്റെ അവസ്ഥ മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്നു വെക്കുക. പിന്നീട് നമ്മൾ കാണുക, പിന്നീട് ഒരിക്കലും അവൾ മ്ലാനവതിയായി കണ്ടിട്ടില്ല. അവളുടെ ദുഃഖം എന്തായിരുന്നു? മക്കളുണ്ടായിരുന്നില്ല. ദൈവം അവൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, സ്വരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. സങ്കടങ്ങളുള്ള മനുഷ്യരാ, ദീപ്യകാണ് സൗഖ്യ ആരാധനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും സങ്കടമുണ്ട്, ഒരുപാട് വേദനയുണ്ട്, ആരോട് പങ്കുവെക്കാനാവാത്ത പരിദേവനകളുണ്ട്. അവരോടും ഇവരോടും ഒന്നുമല്ല പറയേണ്ട മക്കളെ. ഈ 15 ദിവസം നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവത്തിന് മുമ്പിൽ നിന്റെ കണ്ണുനീരൊന്ന് കൊടുക്കാൻ തയ്യാറായാൽ, നിന്റെ വേദനകളൊന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ, കർത്താവ് അതിന് പ്രതിഫലം തരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. നമുക്ക് വചനം വായിക്കാം. 1 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ ഉറക്കെ വായിച്ചു. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിച്ചിരുന്നു. കണ്ടു പ്രിയപ്പെട്ടവരെ, അവളെ വന്ധ്യയായിരുന്നു, അവളെ വേദനിപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ അവളെ പ്രകോപിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ വചനത്തെ കാണുക. തുടർന്ന്, അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതേപോലെ മാനസികമായി തകർന്നിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ എന്താ ചെയ്യുന്നേ? കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വ്യക്തികൾ അങ്ങനെയല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾ നോക്കിയേ, അവർക്ക് സങ്കടങ്ങളും വേദനകളും വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അവർ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യും. പുരുഷന്മാരെന്താ? അവർ നന്നായി ഭക്ഷണം കഴിക്കും സങ്കടങ്ങളും വേദനകളും വരുമ്പോൾ. എന്നാൽ സ്ത്രീകളുടെ അവസ്ഥ, അവൾ കടന്നുപോയ അവസ്ഥ, അവളതേ കരയുകയും അവളതേ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. കാരണം എന്താ? അതുപോലെ മാനസികമായി അവൾ തകർന്നവളാ, അതുപോലെ മാനസികമായി അവൾ വേദനിച്ചവളാ. നമ്മൾ കാണുക, സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 18-ാം തിരുവചനം പറയുക, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസത്തോടുകൂടി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എല്ലാരും ചേർന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ട, ഹൃദയം നുറങ്ങിയവർക്ക് ആരാ സമീപസ്ഥൻ? കർത്താവ്. ഹൃദയം നുറങ്ങിയവർക്ക് ആരാണ് സമീപസ്ഥൻ? കർത്താവ്. മനമുരുകിയവർക്ക് ആരെ രക്ഷിക്കുക? കർത്താവ്. കർത്താവ് രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ട, തുടർന്ന് ആ വചനം വായിച്ചു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, എത്രയോ നല്ല ഭർത്താവ്, ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവ്. നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ ഇങ്ങനെ നൊമ്പരപ്പെടുന്നേ? നീ കരയും ഭക്ഷിക്കാതിരിക്കുക എന്തിനാ? നീ എന്തിനാ ദുഃഖിക്കുന്നേ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, 11 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. അവൾ ഒരു നേർച്ച നേർന്നു. 10 മുതൽ വായിച്ചു. 10 മുതൽ. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഹന്നായെ കുറിച്ച് പറയുക, അവൾ ദേവാലയത്തിൽ വന്നിരിക്കുക.
ഷീലോഹിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ ഇതേപോലെ വേദനകളിലൂടെ കടന്നു പോകുക. ഒരുപാട് പ്രകോപനങ്ങൾ അവൾക്ക് കിട്ടുന്നുണ്ട്. അവൾ ഭക്ഷിക്കാതിരിക്കുന്നുണ്ട്. ഒരുപാട് ദുഃഖമുണ്ട്. മനസ്സാകെ തകർന്നിരിക്കുന്ന വ്യക്തിയാ ഹന്ന. എന്നാൽ അവളിപ്പോൾ ചെന്നിരിക്കുക കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൾ ചെന്നിരിക്കുക. എങ്കിൽ ഈ 15 ദിവസം നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ 15 ദിവസം നീ എന്താണ് ചെയ്യേണ്ടത് എന്താണെന്ന് ഹന്ന നമുക്ക് പറഞ്ഞു തരിക. ഒന്ന് വചനം വായിച്ചേ, 10-ാമത്തെ. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 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 ഒന്നാമത്തെ കാര്യമാണ് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്താണോ അവൾ ചെയ്തത്? അവ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അതാണ് അവൾ ഒന്നാമത് ചെയ്ത്. അവൾ കരഞ്ഞത് ആരെയാ? ദൈവത്തിന്റെ സന്നിധിയിലാ. ദൈവാലയത്തിൽ വന്ന് ദൈവത്തിന്റെ സന്നിധിയിലാ. നമ്മളും നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഹൃദയത്തിന്റെ ഭാരങ്ങളും ഇറക്കി വെക്കേണ്ടത് ആരുടെ അടുക്കലാണെന്നറിയോ? ഈ ദിവ്യകാരുണ്യ സൗഖ്യനാഥന്റെ മുമ്പിലാ. ബാക്കി ആരുടെ അടുത്ത് എന്ന് നീ പറഞ്ഞാലും അവർക്കൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാനേ സാധിക്കുള്ളൂ. കാനാണ്ടച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ആശ്വസിപ്പിക്കുകയുള്ളൂ. കൗൺസിലിങ്ങിന് പോയി അവിടെ എന്താ ചെയ്യുക? നിന്നെ ആശ്വസിപ്പിക്കുകയുള്ളൂ. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹൃദയം നൊന്ത് കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർത്താവിന്റെ കരുണയൊഴുകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് 11-ാമത്തെ വചനം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് ഹന്ന ചെയ്ത ഒരു കാര്യമാണ്, ഒരു നേർച്ച അവൾ നേർന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലും നമ്മൾ നിശ്ചയമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേരണം. എന്താണ് നേർച്ച നേരേണ്ടത്? പ്രിയപ്പെട്ടവരെ, 15 ദിവസം വിശ്വാസത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുക്കും. ഈ 15 ദിവസം വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കും. ഒരുപക്ഷെ നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, തകർന്നൊരു കുടുംബമായിരിക്കും നിന്റെ അവസ്ഥ. അതിനെ ഓർത്താ നീ കരയുന്നേ. ജീവിത പങ്കാളിയുടെ മദ്യപാനത്തെ ഓർത്താ നീ കരയുന്നേ. കുടുംബത്തിന്റെ കടബാധി ഓർത്തായിരിക്കും നീ കരയുന്നേ. മക്കളൊക്കെ ഒരുപക്ഷെ ഒരു രീതിയിലും ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ, ഒരു കൃപയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന്റെ കുടുംബമായിരിക്കാം. അതിനെ ഓർത്തായിരിക്കും നീ കരയുന്നേ. നീ ഒരു നിയോഗം വെക്കണം. 15 ദിവസം ഉണ്ടല്ലോ, തുടർച്ചയായി കൃപയോടുകൂടെ ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. ഹല്ലേലൂയ. 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 ഈ അവളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണ്. ഹൃദയത്തിൽ അവൾ സംസാരിക്കുകയായിരുന്നു, അധരം ചലിച്ചു കൊണ്ടിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നിരുന്നില്ല. ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നവന്റെ സ്വരം ഒന്നും പുറത്തേക്ക് വരില്ല മക്കളെ. 14-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ പ്രിയ, ഞാൻ തകർന്നവളാ, ഞാൻ പരാജയപ്പെട്ടവളാ. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ അവസ്ഥ ഇത് തന്നെയാ. ഹൃദയം നൊന്ത് കർത്താവിന് മുമ്പിൽ കരയുന്നത് ആ പ്രാർത്ഥന എന്ന് പറയുന്നത്. I was pouring out my soul to the Lord. ഞാൻ കർത്താവിന്റെ മുമ്പിൽ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. ഇതാണ് ഹന്ന പറയുന്നത്. വീണ്ടും 15-ാമത്തെ വചനം. ഹന്ന പ്രതിവചിച്ചു, എന്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയല്ലേ ഇത്? ഞാൻ ഒരുപാട് മനോവേദന അനുഭവിക്കുന്ന വ്യക്തിയാ. ഹന്നായെ പോലെയാ ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് മക്കൾ ഒരുപാട് മനോവേദന അനുഭവിക്കുന്ന വ്യക്തികളാ.
ഈ മനോവേദന അനുഭവിക്കുന്ന വ്യക്തികൾ എന്താണ് ഹന്ന ചെയ്തത്? അവൾ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. തുടർന്ന്, കർത്താവിന്റെ മുമ്പിൽ എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. കർത്താവിന് മുമ്പിൽ എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് നമ്മൾ കാണുക, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുമ്പിൽ അവളുടെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. ഈ 15 ദിവസം നിന്റെ നിലവിളി കേൾക്കുന്ന നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ യേശുവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ നീ ഒന്ന് പകര്. അവിടെ കാണാൻ സാധിക്കും കർത്താവിന്റെ കരുണയൊഴുകുന്നേ. ഹന്ന ഇതേപോലെ പകർന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കും ദൈവം അവളെ അനുഗ്രഹിക്കുക. അവൾ എന്തിനെയോർത്ത കരഞ്ഞ്? എനിക്കൊരു കുഞ്ഞില്ല, അതിനെയോർത്ത കരഞ്ഞ്. എന്നാൽ ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക. ആ കുഞ്ഞാണ് സാമുവേൽ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയാ. ഹല്ലേലൂയ. 20ാമത്തെ വചനം വായിച്ചോ. 20. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അവള് പറയുക, കണ്ടോ, അവളൊരു പുത്രനെ പ്രസവിച്ചു, സാമുവേൽ. അതിനുശേഷം അവൾ പറയുന്ന വാക്കുകൾ എന്താ? ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാ. നമുക്കും പറയാൻ സാധിക്കണം ഇതുപോലെ തന്നെ. ഞാൻ ഈ ദിവ്യകാരുണ്യ സൗഖ്യാരാധന പങ്കെടുത്തു. 15 ദിവസം വിശ്വസ്തയോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ തമ്പുരാനോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. ഇതാ ഈ അപ്പം കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജോസഫിനെ ദൈവം ഉയർത്തിയത് കണ്ടില്ലേ? ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുഞ്ഞിനെ നൽകിയത് നിങ്ങൾ കണ്ടില്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ആരൊക്കെ കരയുന്നുണ്ടോ അവിടെയെല്ലാം വിശ്വാസത്തോടുകൂടി ഈ സമയം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ഈ ഹന്നയുടെ പ്രത്യേകത എന്താണെന്നറിയോ? 24ാമത്തെ വചനത്തെ കാണാൻ സാധിക്കും. അനുഗ്രഹങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ പലപ്പോഴും എന്താ? ആ ദൈവത്തെ മറന്നുപോകുക. അനുഗ്രഹം തന്ന തമ്പുരാൻ കർത്താവിനെ മറന്നുപോകുക. പിന്നീട് അവർ പഴയ ജീവിതം തന്നെ. എന്നാൽ ഇവിടെ ഹന്നയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അനുഗ്രഹം തന്നു കഴിഞ്ഞപ്പോൾ എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ മറക്കാത്ത ഹന്നയെയാണ് നമ്മൾ കാണുന്നത്. വചനം ഒന്ന് വായിച്ചേ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 24ാമത്തെ വചനം. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു എഫ മാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോട് കൂടെ അവൾ അവനെ ശീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു. ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്നില്ല. അവൾ ചൊല്ലിയ പ്രാർത്ഥനകളൊന്നും പ്രതാവിലായില്ല. ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ അനുഗ്രഹങ്ങൾക്ക് അവൾ നന്ദി പറയുകയാണ്. അവൾ ഒരു എഫ മാവ്, ഒരു കുടം വീഞ്ഞ്, ഒരു കാളക്കുട്ടി എന്നിവയുമായി ദൈവത്തിന് അവൾ സമർപ്പിക്കുന്നതാണ് തിരുവചനത്തെ കാണുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു. 27ാമത്തെ വചനം പറയുക, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയാണ് നാം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഹൃദയം നിറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന, മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കും. ഹന്ന പറഞ്ഞു, എൻ്റെ കർത്താവിന് മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുക. ഈ സമയം ഒന്ന് ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്? ഒരുപക്ഷേ നീ കണ്ണീര് പൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് നിന്റെ മക്കളുടെ ഒരുപക്ഷെ എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ, മദ്യത്തിന് മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു കുടുംബമായിരിക്കാം നിന്റേത്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ മക്കള് പഠിച്ച് ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, മക്കൾക്ക് വിവാഹപ്രായമായി വിവാഹം നടക്കാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോർത്ത് നമ്പരപ്പെടുന്ന അവസ്ഥയായിരിക്കാം. കുടുംബം ഒരുപാട് കടബാധയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, ഡിവോഴ്സിന് വക്കിലെത്തിയിരിക്കുന്ന അവസ്ഥ, വിവാഹം കഴിഞ്ഞ് 5ഉം 10ഉം വർഷം കഴിഞ്ഞു മക്കളില്ലാത്ത അവസ്ഥ, നിന്റെ സകല അവസ്ഥകളും, ജോലിയില്ലാത്ത അവസ്ഥ, ബിസിനസ് തകർന്നിരിക്കുന്ന അവസ്ഥ. എന്തിനെ ഓർത്താടോ നീ കരയുന്നത്? ആരെ ഓർത്താടോ നീ കരയുന്നത്? നീ ഹൃദയം നിറങ്ങിയെന്ന് കർത്താവിനൊന്ന് വിളിച്ചോ മക്കളെ. നിന്റെ കണ്ണുനീരുകളും നിന്റെ വേദനകളും മറ്റൊരാരോട് നീ പറയേണ്ട. അവർക്കൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാനാ കഴിയുള്ളൂ. നിന്റെ തമ്പുരാന്റെ മുമ്പിൽ നീ നിലവിളിച്ച് പ്രാർത്ഥിച്ച, നിന്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു വ്യക്തിയുടെ കണ്ണുനീര് വൃഥാവില്ലാവില്ല. നിന്റെ കണ്ണീർ തുള്ളികൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്.
രണ്ട് കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചോ മക്കളെ. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഈ സമയം കർത്താവിന്റെ സന്നിധിയിലേക്ക് നിനക്ക് പൊഴിക്കാൻ സാധിക്കുന്നുണ്ടോ? 15 ദിവസം നീ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചോ. ചില കുടുംബങ്ങൾ സ്ഥലം വിൽപ്പന നടക്കാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥകളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. ഒരുപാട് കുടുംബങ്ങൾ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഓർത്ത് നൊമ്പരപ്പെടുന്നുണ്ട്. ഈ അവസ്ഥകളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഇതാ യാക്കോബ് പ്രാർത്ഥിച്ചപ്പോൾ ആ പൂർവ്വപിതാവായ ജോസഫ് അനുഗ്രഹമായി തീർന്നതുപോലെ, ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തതുപോലെ, ഈ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഹന്നായെ പോലെ നിന്റെ ഹൃദയ വികാരങ്ങൾ നീ ഒന്ന് പകർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ അങ്ങോട്ട് തുറന്നു പിടിച്ചോ. ലോകത്തിന്റെ ഏത് കോണുകളിലായിരിക്കാം, നീ ഒറ്റയ്ക്കായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, ഇതിന്റെ അവസ്ഥ മുഴുവൻ കാണുന്ന ഒരു ദൈവമുണ്ട് മക്കളെ. മറ്റൊരാരുടെ മുമ്പിലല്ല നീ കരയണ്ട, നീ കർത്താവിന് മുമ്പിലാ കരയുന്നത്. കണ്ണീരോടെയാണ് ഞാൻ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കാം, ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കാം, അവിടെ വഴി സുഗമമാക്കാം, അവർക്ക് കാലിടുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ പിതാവാണ്. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ. വെളിപ്പാടിന്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം തിരുവചനം, അവിടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചതേക്കാം. ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടുകൂടെ ഹന്നായെ പോലെ വിളിച്ച് പ്രാർത്ഥിച്ചേ.